ഹലോ, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലൊക്കെ തന്നെ നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ച കുറച്ച് പ്രോഡക്റ്റിൻ്റെ ആഫ്റ്റർ യൂസ് റിവ്യൂ ആണ്. എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് കുറച്ച് പാത്രങ്ങൾ മേടിച്ചതിൻ്റെ അൺബോക്സിങ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് പേര് കമൻറ്റ് ചെയ്തിരുന്നു അതിൻ്റെ ആഫ്റ്റർ യൂസ് റിവ്യൂ പറയണമെന്ന്. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ആണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ച ഒരു 5 സെറ്റ് നോൺ സ്റ്റിക്ക് പാത്രങ്ങളാണ്. 5 സെറ്റ് പാത്രങ്ങളും അതിൻ്റെ 5 സെറ്റ് തവി ഉൾപ്പെടുന്നതായിരുന്നു പാത്രം. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 800 സംതിങ് റുപ്പീസാണ്. അത്യാവശ്യം നല്ല ഫ്ലിപ്കാർട്ടിൽ നല്ല റേറ്റിങ്ങോടുകൂടി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സെറ്റ് തന്നെ ആയിരുന്നു ഇതെന്ന് പറയുന്നത്. ഇതിനകത്ത് ഒരു തവ, ഒരു കടായി, ഒരു ഫ്രൈ പാന്, ഒരു മറ്റേ ചായപാത്രം, ഒരു വറവൊക്കെ ഉണ്ടാക്കുന്ന പാത്രം, അങ്ങനെ 5 സെറ്റ് പാത്രങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് ഈ ചായപാത്രം ഉണ്ടല്ലോ, ചായപാത്രം മാത്രം അത്യാവശ്യം കുഴപ്പമില്ല. ബാക്കി എല്ലാ പാത്രങ്ങളും തന്നെ നന്നായിട്ട് അടുക്കി പിടിക്കുന്നുണ്ട്. നമ്മുടെ ദോശത്തവയെന്നൊക്കെ പറയുന്നത് ദോശമാവ് അതിൽ നിന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ അതിൽ തന്നെ ഇരിക്കുകയാണ്, സ്റ്റിക്കി ആയിട്ടിരിക്കുക. ഒരു തരത്തിൽ ദോശ ഇളകി വരത്തില്ല. അതെങ്ങനെയൊക്കെ ഉപയോഗിച്ച് നോക്കിയിട്ടും ദോശ അതിൽ നിന്ന് വരുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാ പാത്രങ്ങളും ഫ്രൈ പാൻ ആയാലും കടായി ആയാലും എല്ലാം തന്നെ നല്ല രീതിയിൽ അടുക്കി പിടിക്കുന്നുണ്ട്. ഇത് അന്ന് ഞാൻ പ്രോഡക്റ്റ് വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് അടപ്പേ വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. കാരണം നേരത്തെ ഞാൻ ഇതേപോലൊരു പ്രോഡക്റ്റ് മേടിച്ച് അന്ന് നമ്മൾ ജസ്റ്റ് അടപ്പയിലോട്ട് വെക്കുമ്പോൾ തന്നെ പാത്രത്തിനുള്ളിൽ കൂടെ അങ്ങ് തീ കത്തുമായിരുന്നു. അടിവശം കട്ടിയില്ലാത്ത പാത്രങ്ങളായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ഇതിനങ്ങനെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷേ ഉപയോഗിച്ചപ്പോൾ ആഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ എല്ലാം തന്നെ അടുക്കി പിടിക്കണം. തവയെന്ന് പറയുന്നത് നമുക്ക് ഉപയോഗിക്കാനേ പറ്റത്തില്ല, കാരണം അതിൽ നിന്ന് ഇളകി വരത്തതേ ഇല്ല. അങ്ങനെയാണ് ഈ പ്രോഡക്റ്റിൻ്റെ അവസ്ഥ. അപ്പം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. അപ്പോൾ പ്രോഡക്റ്റ് നമുക്കെന്ത് പറയാം, ഒന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല എന്ന് തന്നെ പറയാം. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. ഓക്കെ, ബൈ.